ഹലോ, ഇന്ന് ഞങ്ങളുടെ ഒരു ആഫ്റ്റർനൂൺ വീഡിയോ ആണ് കേട്ടോ. ദാ ചേട്ടൻ ഇവിടെ വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോയാലോ എന്ന് എനിക്ക് തോന്നിയത്. പുള്ളിയൊക്കെ പറഞ്ഞ ഉടനെ കുട്ടീസിനെയൊക്കെ സെറ്റാക്കി ഞാൻ റെഡിയായി ഇറങ്ങി. അധികം ദൂരത്തേക്കൊന്നും അല്ല കേട്ടോ. വെള്ളാണിക്കൽ പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ ഇതുവരെ പോയിട്ടൊന്നുമില്ല. ഇവിടെ അടുത്ത് എവിടെയോ ആണ്. വഴി പറഞ്ഞുതരാൻ ഗൂഗിൾ അമ്മായി ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ച് പോകാം. വളരെ സന്തോഷത്തിൽ പോയി ഞങ്ങൾക്ക് അവിടേക്കുള്ള റോഡ് കണ്ടപ്പോൾ പോകണേ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. അത്രയ്ക്ക് വൃത്തിഹീനമായിരുന്നു. റോഡിലെല്ലാം വേസ്റ്റുകൾ, വല്ലാത്തൊരു ബാഡ് സ്മെല്ലും ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയും വന്നേയല്ലേ എന്ന് വെച്ച് യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഈ സ്പോട്ടിൽ ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെന്ന ഉടനെ രണ്ടുപേരും കുറച്ച് തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കടയുടെ അടുത്ത് തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ മുകളിലോട്ട് കയറി. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴേ ഒരു അമ്പലമൊക്കെ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളാണിക്കൽ പാറ. വ്യൂ ഒക്കെ കൊള്ളാട്ടോ, പക്ഷെ കുട്ടീസൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് തോന്നുന്നില്ല. ഇതാ പിന്നെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് എൻ്റെ ഷെയറൊക്കെ ഞാൻ കൈക്കലാക്കി. ഇവിടെ കൂടുതൽ വരുന്ന ലവേഴ്സാണ് കേട്ടോ. അവിടെ ഇവിടെയായിട്ട് കുറച്ച് ലവേഴ്സൊക്കെ ഒളിച്ചു പാത്തുമൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും വന്നേലേ, എന്തോ താഴെ നിന്നൊന്ന് അറിയണമല്ലോ. ചുമ്മാ ഞാനൊന്ന് താഴേക്കൊക്കെ ഒന്ന് പോയി നോക്കി. വ്യൂ കാണാൻ പോയി ഞാൻ അവിടെ കുറച്ച് പ്രേമങ്ങളൊക്കെ കണ്ടു. കുറച്ച് താഴത്തേക്ക് പോയപ്പോഴേ ബാബ എന്നുള്ള വിളി കേട്ട് ഞാൻ തിരിച്ചു വന്നു. എവിടെയെങ്കിലും പോലുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ, സെൽഫീസ് അല്ലാത്ത ഞങ്ങളുടെ വേറൊരു ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടാറില്ല. കാരണം എടുത്തു തരാൻ ആളില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ക്യാമറമാനെ വളർത്തിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ആ നടത്തത്തിനിടയിൽ എനിക്കൊരു പണി കിട്ടിയിട്ടോ. ചെരുപ്പ് പണി തന്നു. ഐസ്ക്രീംകാരനെ കണ്ടപ്പോൾ ഒരുത്തിന് ഐസ്ക്രീമിന് വാശി പിടിച്ചെങ്കിലും അവിടുന്ന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ കുറച്ച് സെൽഫീസും ഫിൽറ്റർ കൂട്ടിയിട്ട് കുറച്ച് വീഡിയോസും ഒക്കെ ഒപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നു. ഇവരിത് എവിടാ കൊണ്ടുവന്നേക്കുന്നത്? ഇവിടെ ഒന്നും കളിക്കാനില്ല. എന്നാൽ പിന്നെ നമുക്ക് പാറ തുറന്ന് കളിച്ചേക്കാം. വേറൊന്നും കാണാനില്ലല്ലോ. സോ കുട്ടീസുമായിട്ട് ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിയിൽ ഒരു കൂവല് കേട്ടാണ് കേട്ടോ വണ്ടി നിർത്തിയത്. അതൊരു മയിലായിരുന്നു. കുട്ടികൾക്ക് മയിലിനെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആറ്റിങ്ങലുള്ള ഒരു ബേക്കറിയിലോട്ടാണ്. ഇത് ഞങ്ങളുടെ ഒരു സ്ഥിരം പ്ലേസ് ആണ് കേട്ടോ. അവിടെ വെച്ച് ഐസ്ക്രീം ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. സോ അതിൻ്റെ പരാതി ഇവിടെ തീർത്തേക്കാം. രണ്ടുപേർക്കും ഫ്രൂട്ട് സലാഡ്. അതും അവർ ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ. ബാക്കി ഞങ്ങൾ തന്നെ കഴിക്കേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലോട്ടാണ് കേട്ടോ. ഒരു ന്യൂ സ്റ്റാർട്ടപ്പാണ് കേട്ടോ. ഇനോഗ്രേഷന് വിളിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. സോ അവിടെ ഒന്ന് കയറിയേക്കാം. ഞങ്ങളെ കണ്ടപ്പോൾ ഇറങ്ങി വന്ന അവർ ഫോൺ കണ്ടപ്പോൾ തിരിച്ചോടിപ്പോയി. ഒളിച്ചുകളിക്ക് ശേഷം ഞാൻ അവരെ കണ്ടുപിടിച്ചു. വരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. ശരിക്കും ഈ രണ്ടുപേരെ എനിക്ക് പരിചയം എൻ്റെ മോൻ വഴിയാണ് കേട്ടോ. മോൻ്റെ അംഗനവാടി ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണ് ഈ രണ്ടുപേര്. അങ്ങനെ ഞങ്ങളും ഫ്രണ്ട്സ്. ആദ്യമേ വന്നേലേ, അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ചെറിയ പർച്ചേസൊക്കെ നടത്തി. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞതേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ബൈ.